ഈ ഒരു മുഖമൊക്കെ ഓർമ്മ ഉണ്ടോ? ഞാൻ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് കാണിച്ചു തരാം. അത് ടൈം കിട്ടിയില്ലേനു. ക്യാമ്പില് പ്രസംഗം ഇന്ന് ഞാൻ മഗ്‌രിബിന് ശേഷം പ്രധാന പ്രസംഗം ഒക്കെ നടത്തുന്നുണ്ട്. ഓ ഉമ്മ, ഞാൻ പിന്നെ വേറെ ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ വിളിച്ചതാ. ഉമ്മക്ക് ഉപ്പക്കും വേണ്ടി ഞാനൊരു സ്വർഗത്തിലൊരു കൊട്ടാരം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഉമ്മക്ക് ഉപ്പക്ക് വേണ്ടിട്ട് ഞാനൊരു സ്വർഗത്തിലൊരു കൊട്ടാരം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. കരയല്ലേ? അന്ന് ഞാന് സ്കെച്ചും ചെയ്ത് രാവിലെ നേരത്തെ എണീച്ച് തഹജ്ജുദ് നിസ്കരിച്ചു. തഹജ്ജുദിന് ശേഷം ഞങ്ങൾക്ക് വേണ്ടി കുറെ ദുആയും ചെയ്തു. കൊറേ ദുആ ചെയ്തു. സ്കെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കൊട്ടാരം ഉണ്ടായി വരൂ. വഹാക്കായിട്ട് തന്നെ കൊറേ ഒരു വാതിൽ തന്നെ ഉണ്ട് സ്വർഗത്തിലെന്നാ പറഞ്ഞ. വഹാ പതിവായി നിസ്കരിക്കണവർക്ക് അൽഫാത്തിഹയില് ചേർത്തതിനെ കൊണ്ടാണ് ഹിയാ ക്യാമ്പ് അടക്കം കിട്ടിയത്. ഇവിടെ മൊയിൻ സാറൊക്കെ വന്നു. ഇല്ല എല്ലാരും ദോയുണ്ട് കേട്ടോ മോൻക്ക്. നല്ലതേ വരുള്ളൂ കേട്ടോ. എനിക്കറിയില്ലല്ലോ ഇവര് റെക്കോർഡ് ചെയ്യുന്നു വീഡിയോ ചെയ്യുന്നു അറിയില്ല. ഞാനൊരു ഉമ്മ എന്നുള്ള ലെവലിൽ കുട്ടീനോട് സംസാരിക്കുന്ന പോലെ സംസാരിച്ചു. ഞാൻ ഇവനെ വിളിക്കുമ്പോ മാക്സിമം കരയാതെ പിടിച്ചിക്കലാണ്. കാരണം ഓനെ ഞാനും കൂടി കരഞ്ഞ പ്രശ്നമാവല്ലോ. അപ്പൊ ഞാൻ മാക്സിമം ട്രൈ ചെയ്യും കരയാതെക്കാൻ. ഭാവിയിൽ ആകാന് ഡോക്ടർ ആവാനാണ് ആഗ്രഹം. അതും മതത്തോട് നിസ്കാരം നോമ്പും അല്ലാത്തതൊക്കെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു ഡോക്ടർ ആവാനാണ്. വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് അതേമാതിരി ഖുർആന് നല്ല ഖുർആൻ അതറിയാം. അപ്പോ അത് മുൻനിർത്തി കൊണ്ടുപോകാനും ഒരേ സമയം ഖുതുബ ഓതാനും ഇമാം നിൽക്കാനൊക്കെ ആവാൻ വേണ്ടിയാണ്. അങ്ങനെയൊക്കെയാണ് താല്പര്യം. മനസ്സിലായില്ലേ? വെറും 1-2 ദിവസം കൊണ്ട് മില്യൺ കണക്കിന് ആളുകൾ കണ്ടിട്ടുള്ള വീഡിയോ ആണ്. ഒരുപാട് നമ്മളെയൊക്കെ ഒരുപാട് വീഡിയോ സംഭാഷണം അല്ലെങ്കിൽ ഒരു ഒറ്റ ഫോൺ വിളി നമ്മളെയൊക്കെ ഒരുപാട് ആളുകളെ കണ്ണീരിലാഴ്ത്തിയിട്ടുള്ള, ഒരുപാട് ആൾ കരഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുള്ള മോനാണ്. അസ്സലാമു അലൈക്കും. എന്താണ് പേര്? ഹാനി മുഹമ്മദ്. എവിടെ മനസ്സിലായിട്ടില്ലല്ലോ? സൈത്തൂൻ ഇന്റർനാഷണൽ സ്കൂള് വളാഞ്ചേരി കൈപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. സൈത്തൂൻ്റെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇത് ബോയ്സ് ക്യാമ്പസ് ആണ്. ഗേൾസ് ക്യാമ്പസൊക്കെ ആയിട്ട് വേറെ ഉണ്ട്. പാരൻസൊക്കെ അവിടെ ഉണ്ട്. ഇന്ന് സ്കൂളിനൊക്കെ ചെറുതായിട്ട് ലീവൊക്കെ കൊടുക്കാൻ തോന്നുന്നു, പനിയൊക്കെ ആയിട്ടില്ലേ? എന്തൊക്കെയാണ് പിന്നെ ഈ ഒരു അവസരത്തിൽ നിനക്ക് പറയാനുള്ളത്? എന്താ, എത്ര ക്ലാസ്സിലാണ് അവിടെ പഠിക്കണത്, അല്ലെങ്കിൽ എവിടെയാണ് വീട്, കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക് പ്രേക്ഷകർക്ക്. നമ്മളിവിടെ പുതിയതായിട്ടുള്ളൊരു കോഴ്സാണ് അൽഫാത്തിഹി പറഞ്ഞൊരു കോഴ്സ്. അതിൽ നമ്മൾ സെക്കൻഡ് ബാച്ചാണ്. മദ്രസയിൽ ടോപ്പ് പ്ലസ് LSS കിട്ടിയ കുട്ടികൾക്ക് നടത്തുന്നൊരു കോഴ്സാണ്. 7 വർഷം കൊണ്ട് കുട്ടികളെ നല്ല ഉന്നത നിലയിലേക്ക് എത്തിക്കാനാണ് സൈത്തൂൺ ഇൻ്റർനാഷണൽ ക്യാമ്പസിൻ്റെ മെയിൻ ലക്ഷ്യം. എൻ്റെ സ്ഥലം കാലിക്കറ്റാണ്. മാങ്കാവ് അറിയാം, മാങ്കാവ് ആ ഭാഗത്താണ് കേട്ടോ. എനിക്ക് 11 വയസ്സാണ്. നമുക്ക് ഈ പള്ളിയിലൊരു ഹിയാ ക്യാമ്പ് പറഞ്ഞൊരു 3 ദിവസത്തെ ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നടന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു അൺഎക്സ്പെക്റ്റഡ് സംഭവമായിരുന്നു. എന്നോട് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെന്ന്. പക്ഷെ അതൊരു അൺഎക്സ്പെക്റ്റഡ് സംഭവമായിരുന്നത് കൊണ്ട് തന്നെ ഇമ്മ കരഞ്ഞുപോയി. അത് കേട്ടപ്പോൾ എനിക്ക് കരച്ചിലൊന്ന്. ഉമ്മച്ചിക്ക് എപ്പോഴും വിളിക്കാറുണ്ടോ, അതോ ഇന്നലെ ആ ഒരു സമയത്താണ് വിളിക്കുന്നത് കുറച്ച് ദിവസത്തിന് ശേഷം? ക്യാമ്പ്
വീഡിയോ കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസമാണ് അമ്മനെ വിളിച്ച് ഞാൻ കാര്യം പറയുന്നത്. ഇപ്പോൾ നമ്മളെ ഹാനിമോൻ്റെ ഉമ്മച്ചിയാണ് ആ ഫോൺ ചെയ്തതിൽ സംസാരിക്കണം. ഉമ്മച്ചിയാണ് കൂടെ ഉള്ളത്, പിന്നെ ഉപ്പയുണ്ട് കൂടെ, പിന്നെ ഒരു അനിയത്തി അല്ലായിരുന്നു ചെറുതാണ് അല്ലേ? ആ ഇന്ന് ഇവിടെ വരാണ്ടായിട്ടുള്ള കാരണം എന്താ വെച്ചാൽ ഇവിടെ സ്കൂളിൽ നിന്ന് കുട്ടികൾ പനിയൊക്കെ ആയിട്ട് ഇതാവുന്ന അങ്ങനെ വന്നതല്ല ശരിക്കും മോനെ ഔട്ടിംഗ് ആണ്. ഞായറാഴ്ച ആണെങ്കിൽ നമുക്ക് 2 മണിക്ക് ശേഷം കുട്ടികളെ കൊണ്ടുപോയിട്ട് 6 മണിക്ക് തിരിച്ചു കൊണ്ടുവരാം. പിന്നെ ഇത് ഇന്നലെ ഈ ആകുമ്പോൾ ഉണ്ടായതുകൊണ്ട് ഞായറാഴ്ച തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. അപ്പൊ നിങ്ങൾ അവരെ എടുക്കാൻ വേണ്ടി വന്നതാണ്. കോഴിക്കോടാണ്, കോഴിക്കോട് മാങ്കാവിലല്ലേ വീട്? അരീക്കാട്. മാഷാ അല്ലാ. അപ്പോൾ അങ്ങനെയാണ് ഒരു അവസരത്തിൽ എന്താണ് ഉമ്മച്ചിക്ക് പറയാനുള്ളത്? ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ആ ഒരു ഫോൺ കോള്. അവന് ഡെയിലി വിളിക്കാറുണ്ട്. അപ്പൊ ഈ ക്യാമ്പ് ആയതിനെ കൊണ്ട് ഇനി 4 ദിവസം വിളിക്കൂല എന്ന് ഇൻഫോം ചെയ്തിട്ട് പറഞ്ഞു. 4 ദിവസം ഫോണും കോളൊന്നും ഇല്ലാതെയാണ് പള്ളിയിൽ ശരിക്കും അല്ലേ? അപ്പോൾ വ്യാഴാഴ്ചൻ്റെ അന്ന് രാത്രി തുടങ്ങി തിങ്കളാഴ്ച രാവിലെ ഇത് കഴിയുള്ളൂ. അപ്പൊ ഞാൻ വിളിക്കൂലല്ലോ അങ്ങനെ നിന്നാണ്. അല്ലെങ്കിൽ രാവിലെ ഏത് സമയത്താണ് വിളിക്കണത്? രാവിലെയാണോ? ഇല്ല വൈകിട്ടാണ് വിളിക്കുന്നത്. വൈകിട്ട് ഒരു 4 മണി 4:30 ആ ടൈമിലാണ്. ഫോൺ എടുത്തു ആദ്യം നോർമലി സംസാരിച്ചു. ഞാൻ നോർമലി അവനോട് സംസാരിക്കുന്ന പോലെ സംസാരിച്ചു. അപ്പൊ വേറെ എനിക്കറിയില്ലല്ലോ ഇവര് റെക്കോർഡ് ചെയ്യുന്നു വീഡിയോ ചെയ്യുന്നോന്നും എനിക്കറിയില്ല. ഞാനൊരു ഉമ്മ എന്നുള്ള ലെവലിൽ കുട്ടീനോട് സംസാരിക്കുന്ന പോലെ സംസാരിച്ചു. പക്ഷെ ഈ വികാര നിർഭരാവനായിട്ടുള്ള ഒരു സന്ദർഭം എന്താ ഉണ്ടായത്? ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ സ്വർഗം പണിതിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അല്ലേ? ഞാൻ ഇവനെ വിളിക്കുമ്പോ മാക്സിമം കരയാതെ പിടിച്ചിക്കലാണ്. കാരണം ഓനെ ഞാനും കൂടി കരഞ്ഞ പ്രശ്നമാവല്ലോ. അപ്പൊ ഞാൻ മാക്സിമം ട്രൈ ചെയ്യും കരയാതെക്കാൻ. പക്ഷെ ആ സമയം കൈവിട്ടുപോയി. പള്ളിയിലാണ്, ജുമാ കഴിഞ്ഞ ടൈമാണ്. അപ്പൊ പെട്ടെന്ന് ഇത് കേട്ടപ്പോ എനിക്ക് സങ്കടാണോ സന്തോഷാണോ? ഒരു പക്ഷേ ആ ഒരു പ്രാർത്ഥന ചിലപ്പോൾ പഠിച്ചോ കേട്ടിട്ടുണ്ടാവും, സാധ്യതയുണ്ട്. കാരണം അതുപോലെ തന്നെ നിങ്ങൾ കമന്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരുപാട്, അതായത് ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, മോന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. വീഡിയോ ഒക്കെ ശ്രദ്ധിച്ചിരുന്നു? പിന്നെ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. അതാണ് തികച്ചും എന്താ പറയാ യാദൃശികമാണ്. വീഡിയോ എടുത്തിട്ടുണ്ട്, പക്ഷെ അത് ഹാനി അറിയില്ല അല്ലേ? കണ്ടിട്ടില്ല, ഔട്ടായതും കണ്ടിട്ടില്ല. ഒരു മാം ഇവിടുന്ന് വിളിച്ചപ്പോ എനിക്ക് കാണിച്ചു തരുന്നതാണ് ഈ 1.6 മില്യൺ വ്യൂവേഴ്സ് 20 ലക്ഷം ലൈക്ക് ഒക്കെ. അത് സൈത്തൂന്റെ പേജിൽ തന്നെയാണ് പോയത്? സൈത്തൂന്റെ പേജിൽ തന്നെ. ഈ ഒരു സമയത്ത് അവിടെ കുടുംബത്തിലോ എല്ലാരും അറിഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ? ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞങ്ങള് ശനിയാഴ്ചന്റെ അന്ന് ഇതേപോലെ 9 മണിക്കായിണ്ട് ഫോണിലേക്ക് ഇങ്ങനെ ഓരോരുത്തർ മെസ്സേജ് ചെയ്യുന്നേ. അപ്പൊ അവരെ ഫാമിലി ഗ്രൂപ്പില് കാര്യങ്ങൾ വന്നിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ ഫോൺ എടുത്ത് നോക്കിയില്ല. പിന്നെ ഓരോരുത്തർ വിളിക്കുന്ന മെസ്സേജ് ചെയ്യുന്ന മോനുണ്ട്. ഫാരിസ് എവിടെ വർക്ക് ചെയ്യണേ? അൽഹിന്ദ് ട്രാവൽസിലേക്ക്. 2 മക്കളാണ്. പ്രോപ്പർ സ്ഥലം അവിടെ തന്നെയാണോ? അരീക്കാടൻ. ഓക്കെ. അങ്ങനെ പറഞ്ഞെടുത്തോളി. അങ്ങനെ അപ്പൊ മെസ്സേജ് ഫോൺ കോളും കണ്ടിട്ടാണ് ഞങ്ങൾ നോക്കുന്നത്. അപ്പൊ സൈത്തൂന്റെ പേജിലാണെന്ന് പറഞ്ഞ് അങ്ങനെ പേജ് നോക്കിയപ്പോ പേജിൽ കണ്ട്. അപ്പൊ പേജിൽ ഇട്ടപ്പോഴും തന്നെ പിന്നെ ഏതോ ബുറസൂല് പറഞ്ഞൊരു ചാനൽ അത് റീഷെയർ ചെയ്ത് കണ്ട്. അപ്പം തന്നെ ഞാൻ ഫാരിസ് ഖാനെ പറഞ്ഞു പഠിച്ചവനെ വീഡിയോ കൈവിട്ട് പോയിട്ടുണ്ട്. പക്ഷേ അത് വൈറലാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് അല്ല, ഒരു പ്രതീക്ഷിച്ചതായിരിക്കും ചിലപ്പോൾ. പക്ഷേ ഈ ഒരു കണ്ടുമുട്ടലും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഞാൻ രാവിലെ വിളിച്ചു. അപ്പോൾ ഉസ്താദ് വരാൻ വേണ്ടി പറഞ്ഞു. സൈത്തിനെ കുറിച്ച് നമുക്ക് ഈ സ്ഥാപനത്തെ കുറിച്ച് അറിയാം. ഇതിൻ്റെ ക്യാമ്പസുകളും ഒരുപാട് പിന്നെ പ്രീ ക്യാമ്പസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു ഹാനി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഏതായാലും ഒരുപാട് ആളുകളെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഉമ്മാനെ കരയിച്ചിട്ടുള്ള, നമ്മളൊക്കെ കണ്ണിൽ ഈറണണിയിച്ചിട്ടുള്ള ഹാനിമോനാണ് കൂടെ ഉള്ളത്. അവരെ ഉമ്മിപ്പിയാണ്, പിന്നെ ഒരു അനിയത്തിയുണ്ട്, ചെറുതാണ്, പിന്നെ ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നുകൂടി അവരും കൂടി ഒന്ന് ഉൾപ്പെടുത്ത വീഡിയോയിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ സന്തോഷമുള്ള ഒരു മൊമെൻ്റാണ്. ഹാനിമോൻ്റെ വീഡിയോ ഇൻസ്റ്റയിൽ 2.5 മില്യണോളം കവിഞ്ഞിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അവൻ അൽഫാത്തിഹ കോഴ്സിൻ്റെ ഭാഗമാണ്. അൽഫാത്തിഹ കോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ സ്കൂള് മദ്രസ 5ാം ക്ലാസ് കഴിഞ്ഞ് 7 വർഷത്തെ സമഗ്രമായ റിലീജിയസ് സ്റ്റഡീസും അക്കാദമിക്സൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് പഠിപ്പിക്കുന്ന 7 വർഷത്തെ ഒരു കോഴ്സാണ്. കിതാബും ഒക്കെ തിരിയുന്ന, പറയാൻ കഴിയുന്ന, പഠിപ്പിക്കാൻ കഴിയുന്ന പ്രൊഫഷണലുകളായ പണ്ഡിതന്മാരെ വാർത്തെടുക്കുക എന്നുള്ളതാണ് അൽഫാത്തിഹിൻ്റെ ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹാനി അതിൻ്റെ ഭാഗമായതിൽ വളരെ സന്തോഷമുണ്ട്. സാധാരണ സ്കൂളുകളിൽ കുട്ടികൾ പഠിക്കുന്ന ഒരു സയൻസിൻ്റെ സിലബസിൽ നിന്നും വ്യത്യസ്തമായിട്ട് സൈത്തൂൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ നീറ്റ്, IIT പോലുള്ള വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക്, പ്രത്യേകിച്ച് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ മക്കളെയും കൊണ്ട് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ടാർഗറ്റ്.
അപ്പോൾ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് കുട്ടികൾക്ക് എൻട്രൻസ് എക്സാമും മറ്റും കവർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ആവശ്യമായിട്ട് വരുന്ന വലിയ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് നമ്മളെ കുട്ടികളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുക. അതായത് 6ാം ക്ലാസ് മുതൽ തന്നെ നമ്മുടെ കുട്ടികളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ സൈത്തൂൻ ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ അൽഫാത്തിഹ് എന്നുള്ള കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് സൈത്തൂൻ തന്നെ സ്പെഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കരിക്കുലവും കാര്യങ്ങളും അതിനനുസരിച്ചിട്ടുള്ള കുട്ടികളുടെ മോണിറ്ററിങ്, അസസ്മെൻറ്റുകൾ, പുതിയ ടീച്ചിങ് മെത്തേഡ്, സൈത്തൂൻ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള സ്വന്തമായിട്ടുള്ള ടീച്ചിങ് മെത്തേഡുകൾ, ഇതെല്ലാമാണ് നമ്മൾ അൽഫാത്തിഹ് കോഴ്സിൽ നമ്മൾ കുട്ടികളിൽ പുതിയ ഐഡിയകളാണ്. ഒരുപക്ഷെ നിങ്ങൾ കാഴ്ചക്കാർക്ക് 2 മില്യണോളം നിങ്ങൾ കാഴ്ചക്കാരെ കണ്ടിട്ടുള്ള ഇത്തരം കുട്ടികളെ ഞങ്ങൾ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറെ സഹായവും പ്രചോദനവുമായി തീരുന്നത്. അതുകൊണ്ട് സൈത്തൂൻ്റെ ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് ചിറക് തരുന്ന നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇൻഷാ അല്ലാഹ് നാളെ ഞങ്ങളും പാരൻസും നിങ്ങളും സ്വപ്നം കാണുന്നത് പോലെ അറബിയും ഇംഗ്ലീഷും മറ്റ് ലാംഗ്വേജുകളും അതിൻ്റെ കൂടെ ഇസ്ലാമികമായിട്ടുള്ള മൂല്യബോധമുള്ള മക്കളാക്കി മാറ്റുന്നതോടൊപ്പം തന്നെ സയൻസിലും മറ്റ് വിഷയങ്ങളിലും എല്ലാം വലിയ കഴിവിട്ട മക്കളാക്കി വാർത്തെടുക്കുക, അങ്ങനെ വലിയ ഉന്നതിയിലേക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങൾ സൈത്തൂൻ ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ അൽഫാത്തിഹ് കോഴ്സ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ ആയിട്ടുണ്ടോ? ഇല്ല, 2 വർഷമായിട്ടുള്ളൂ. 2 വർഷമായിട്ടുള്ളൂ. രണ്ടാമത്തെ ബാച്ചിലാണ് അത് കുട്ടികളെ സ്ക്രീൻ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതെ, ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നമ്മൾ അവരെ പേഴ്സണൽ അവരെ ആറ്റിറ്റ്യൂഡ് ടെസ്റ്റും എല്ലാം കഴിഞ്ഞ് ആണ് നമ്മൾ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണ് അവരെ എടുക്കുക. ഒരു ബാച്ചിൽ 40 കുട്ടികൾ ഒരു ബാച്ചിൽ. അതായത് സ്കൂളിൽ നിന്ന് LSSഉം മദ്രസയിൽ നിന്ന് ടോപ്പ്ലസും വാങ്ങിയ കുട്ടികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികളാണ്. അങ്ങനത്തെ കുട്ടികൾക്കാണ് പിന്നെ അവർക്ക് ഇന്റർവ്യൂവിന് അവസരം ഉണ്ടാവുക. അവരിൽ നിന്ന് കടഞ്ഞെടുത്ത കുട്ടികളെയാണ് നമ്മൾ ഇവിടെ പ്രവേശനം ഉൾപ്പെടുത്തുക. രാജ്യത്തിന്റെ അകത്തും പുറത്തുള്ള ഉന്നത യൂണിവേഴ്സിറ്റികളിലേക്ക് നല്ല തുടർ പഠനത്തിന് സാധ്യമാകുന്ന രീതിയിലുള്ള ഒരു കോഴ്സ് കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. 2 വർഷമായിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ ഇൻ്റർവ്യൂവിൽ ടെസ്റ്റിൽ കൂടുതൽ മാർക്ക് നേടുന്ന പെർസെൻറ്റേജ് വൈസ് നമ്മൾ സ്കോളർഷിപ്പും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ കോഴ്സിൽ. അത് നല്ലൊരു കുട്ടിയെ കിട്ടിയാൽ ഫ്രീ ആയിട്ടൊക്കെ പഠിപ്പിച്ച് ഉന്നതങ്ങൾ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം കൂടി മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ പരിസ്മോൻ എന്താ ഇനി പറയാനുള്ളത്? ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന ഇട്ടിട്ടുണ്ട് ഉമ്മച്ചിക്കും നിനക്കൊക്കെ വേണ്ടിയിട്ട്. എന്താ പറയാനുള്ളത്? പ്രാർത്ഥിച്ചവർക്ക് എല്ലാവർക്കും അല്ലാഹ് ഹൈറാക്കി തരട്ടെ. ഇൻഷാ അല്ലാ, ആമീൻ. അതുപോലെ തന്നെ ഉപ്പച്ചിനും ഉമ്മച്ചിനെയൊക്കെ കണ്ടു, വളരെ സന്തോഷമുണ്ട്. മോനൊക്കെ എത്രയും പെട്ടെന്ന് കാണാൻ പറ്റിയാലും ഈ ഒരു സ്ഥാപനത്തിൽ വരാൻ പറ്റിയാലും. പിന്നെ എവിടെയൊക്കെ പഠിച്ചിരുന്നു ഇതിന് മുന്നേ? ഏതൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്നു? ഇതിന് മുന്നേ ഒരൊറ്റ സ്കൂളിൽ പഠിച്ചിട്ടുള്ളൂ, അൽബീർ കിനാശ്ശേരി പറഞ്ഞ. അൽബീർ കുറേ സ്ഥലത്തുണ്ട്. എന്നാലും ഞാൻ പഠിച്ചത് ഇവിടെ കോഴിക്കോടുള്ള അൽബീർ കിനാശ്ശേരി യതീംഖാന സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിലാണ്. അവിടെ ഇതേമാതിരി ഇസ്ലാമിക ഒരു മതത്തോട് ഉള്ളൊരു സ്കൂൾ തന്നെയാണ്, ഹോസ്റ്റലല്ല. അപ്പോൾ അവിടെ ഇതേമാതിരി പഠിച്ചു. 5ാം ക്ലാസ് വരെ പഠിച്ചു. LKG മുതൽ 5ാം ക്ലാസ് വരെ ഞാൻ അവിടെ തന്നെ ആയിരുന്നു. അതിന്റെ ശേഷമാണ് ഇവിടെ വന്ന് ചേർന്നിട്ടുള്ളത്. അതിന്റെ ശേഷമാണ്. ഇൻഷാ അല്ലാ ഇനിയും ദീനീപരമായിട്ടുള്ള മേഖലകളിലും അതുപോലെ തന്നെ ഭൗതികവും മതവിദ്യാഭ്യാസപരമായിട്ടുള്ള മേഖലകളിലും പിന്നെ അതുപോലെ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള മേഖലകളിലും രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു മോനായിട്ട് വളരട്ടെ. ഇനിയും ഒരുപാട് വിജയങ്ങളിലെത്താൻ സാധിക്കട്ടെ ഇൻഷാ അല്ലാ. നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ഹനിമോനെ അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് പൂർത്തിയാവട്ടെ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഉമ്മച്ചിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടു. ഉമ്മച്ചിക്കും ഉപ്പച്ചിക്കും ഒക്കെ വേണ്ടിയിട്ട് സ്വർഗം പണിതിട്ടുള്ള ഒരു പണിതു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പഠിച്ചവനോട് പ്രാർത്ഥിച്ചിട്ടുള്ളതല്ലേ? അതാണ്. ഒരു പക്ഷേ പഠിച്ച റബ്ബ് ആ പ്രാർത്ഥന കേട്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ റബ്ബ് സ്വീകരിക്കട്ടെ. പിന്നെ എല്ലാവിധ ആശംസകളും പറയുകയാണ്. എല്ലാവിധ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ ഹരിമനെ, ഒരു ഖുർആൻ ഓതി കൊടുത്താലോ? صدق الله العلي العظيم. صدق وبلغ حبيبك رسول الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته.